വിവാഹത്തിന് മുമ്പ് നമുക്ക് അതിതീവ്രമായിട്ടുള്ളൊരു പ്രണയമുണ്ടായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം ആ പ്രണയം നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് മാരീഡ് ലൈഫിനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയെ പോലെയുള്ള രൂപസാദൃശ്യമുള്ള ചില വ്യക്തികളെ കാണുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം. പിന്നീട് നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ, ഇപ്പോൾ നിലവിലുള്ള പാർട്ട്ണറുടെ ഒരു ചെറിയ ശബ്ദം പോലും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്, നമ്മുടെ പാർട്ട്ണറുമായിട്ട് വളരെയധികം അടുപ്പമുള്ള സമയത്ത് നമ്മുടെ ദൗർബല്യം തുറന്നു കാണിക്കേണ്ടി വരുമോ, ആ ദൗർബല്യം അവർ തിരിച്ചറിയുമോ എന്നുള്ള ചിന്തയും നമ്മളെ ഭയപ്പെടുത്തും. കാരണം എക്സ് ലവർക്ക് നമ്മുടെ കുറേ ദൗർബല്യങ്ങൾ അറിയാം. അപ്പോൾ ഈ പാർട്ണർ അത് അംഗീകരിക്കുമോ എന്നുള്ള ഭയവും നമ്മൾക്ക് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വയം അനാദരവ് കാണിക്കാൻ തുടങ്ങും. തൻ്റെ പാർട്ണർക്ക് ഒരു ആദരവും കൊടുക്കില്ല, മറ്റുള്ളവരെ ആദരിക്കില്ല. സ്വയം നമ്മോട് തന്നെ ഒരു അനാദരവ് കാണിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൂതകാലം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് എപ്പോഴും ഭൂതകാലം വേട്ടയാടി അതിനെപ്പറ്റിയുള്ള ചിന്തകളിൽ ലയിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ആരെയും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായത്, എക്സിസ്റ്റിംഗ് പാർട്ണറെ ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. നിലവിലുള്ള പാർട്ണറെ ആരെയും വിശ്വസിക്കില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകും. അതേപോലെ തന്നെ ഭൂതകാലം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. അതുപോലെ സ്വയമോ മറ്റുള്ളവരോടോ അനാദരവ് കാണിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ആരെയും ആദരിക്കാൻ തയ്യാറാവില്ല. അതുപോലെ തന്നെ ആശയവിനിമയം കുറയും, ലെസ് കമ്മ്യൂണിക്കേഷൻ ആകുമെന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറയും. തൻ്റെ പാർട്ണറോടും മറ്റുള്ളവരോടും ഇവർ അധികം സംസാരിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അതുപോലെ ചെറിയ സന്തോഷങ്ങൾ പോലും ഇവർ വേണ്ടാന്ന് വയ്ക്കുമെന്നുള്ളതാണ്. വലിയ ഫംഗ്ഷനൊക്കെ പങ്കെടുത്താൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കോർണറിൽ ഒതുങ്ങിക്കൂടിയിരുന്ന് തൻ്റെ എക്സ് ലവറെക്കുറിച്ച് ഓർത്ത് ഇവർ വിഷാദപൂർണനായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉറപ്പിക്കാം, തൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രണയത്തെ, അതിതീവ്രമായ പ്രണയത്തെ മറക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്.